എനിക്ക് ശ്രീ സുരേഷ് കുറുപ്പിനോട് അന്നും ഇന്നും ഒരുപോലെ സ്നേഹമുള്ള ഒരാളാണ്, വളരെ സ്നേഹമുള്ള ആളാണ്. പുള്ളി പക്വതയാണ്. പക്ഷേ ചില ഒരു മുറികളിൽ പുള്ളിക്ക് ഫിറ്റബിൾ അല്ല എന്ന് തോന്നുന്നു. പുള്ളിയുടെ മേക്ക് അതെന്താ കാര്യമെന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്കൊക്കെ പുള്ളി അങ്ങനെ നല്ല സൗഹൃദമുള്ള ഒരാളാണ്. എത്രയോ കാലം മുമ്പ് മുതൽ അറിയാവുന്ന ആളാണ്. അതൊക്കെ ഞങ്ങൾ നല്ല സ്നേഹത്തിൽ തന്നെയാണ്. ഞാൻ അരമണിക്കൂർ അല്ലേ, അരമണിക്കൂർ മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ട് വന്നതാണ്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ സ്നേഹത്തിലാണ്. എൻ്റെ തീരുമാനമാണ്, ഞങ്ങളുടെ തീരുമാനം. ഞാൻ അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തെ ഒരു കോൺട്രവേഴ്സിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് പറയുന്നത് എന്താ, ഞാൻ പോകുന്നില്ല എന്നല്ലേ പറയുന്നത്. ഞാനത് പറയിപ്പിക്കാനുമില്ല, ഞാൻ അങ്ങനെ ആക്ഷേപിക്കാനുമില്ല. അങ്ങനെ അതൊന്നുമല്ല. സുരേഷ് കുറുപ്പ് വേറൊരു ജനസാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വേണം. സത്യസന്ധത, നീതിബോധം, വിനയം, വിദ്വേഷമില്ലായ്മ, പ്രതികാരമില്ലായ്മ, ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലൊരു കോമൺ ആവശ്യമല്ലേ. അത് വേണം. അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ഞാനും അതുപോലത്തെ ആ നടപടിയിലൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയോ അദ്ദേഹമോ പറയണം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഞങ്ങൾ അളവെടുപ്പ് ഞങ്ങളൊപ്പം ഇപ്പൊ ഇതിന്റെ അളവെടുപ്പ് പറ്റിയിട്ടോ. കോൺഗ്രസിനെ പറ്റിയതാണ് ഇന്ന് നോക്കിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് അതിന്റെ അളവെടുപ്പിനൊന്നും പറ്റിയ സമയമല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിന് ഏത് രൂപത്തിൽ പോയാലും അദ്ദേഹത്തിന് ഒരു പോകുന്നതിന് ഒരു അദ്ദേഹത്തിൻ്റെതായ ശൈലിയുണ്ട്. അത് മിക്കുന്നില്ല. അതിനകത്ത് ഒത്തിരി കാര്യമുണ്ട്. സുരേഷ് കുറുപ്പിനോട് അവഗണന തുടങ്ങിയത് 1-2 ദിവസമല്ല. ഞാൻ ചോദിച്ചത്, ഞാനൊരു കാര്യത്തിൽ നിമിത്തമായി നിന്ന ഒരാളാണ്. ടി.പി. ചന്ദ്രശേഖരൻ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നാൽ ടിക്കറ്റ് സുരേഷ് കുറുപ്പിന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി കോട്ടയത്ത് വരാൻ വേണ്ടി എടുത്ത ടിക്കറ്റാണ്. യഥാർത്ഥത്തിൽ എന്നെപ്പോലെ ഒരാളില്ലെങ്കിൽ ആ കേസ് പോലും ഇവിടെ പോകുമെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ തള്ളലിനില്ല, ഞാൻ അതിൻ്റെ പേര് വലിയ ഇനാം ചോദിക്കാനുമില്ല. പക്ഷേ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? നമുക്കും മനുഷ്യത്വത്തിന്റെ സ്വഭാവമാണ്. മരിച്ചതാര എന്നുള്ളതിനേക്കാൾ കൂടുതൽ, കൊന്നതാര എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യ സഹജമായ ഒരു കാര്യത്തിൽ നമുക്ക് തൃപ്തികരമായി ഇടപെടാൻ പറ്റുമെന്നുള്ളതാണ്. ആ കേസിനകത്ത് തൃപ്തികരമായി ഇടപെട്ടു എന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. തൃപ്തികരമായി ഇടപെട്ടു. അത് ചെയ്യണം. എനിക്ക് വന്ന് രാഷ്ട്രീയം പറഞ്ഞിട്ട് പാർട്ടിക്കകത്ത തർക്കം ഞങ്ങൾ മിണ്ടുന്നില്ലെന്ന് അന്ന് വേറെ ചില ആളുകൾ വേറെ ഒരു വിശദീകരണം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ആ വിശദീകരണത്തിൽ വീണില്ല. അത് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വന്നു. അതൊരു ധിക്കാര സ്വഭാവമല്ല, അനുസരണയുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് പറയാൻ ഞാൻ ബാധ്യതപ്പെട്ടു പോയി എന്നുള്ളതാണ്.